ഓം ശാന്തി. ഏതാനും നിമിഷങ്ങൾ സ്വയം ഈ ലോകത്തിലെ ബഹളത്തിൽ നിന്നും ഞാൻ വേറിടുന്നു. ഞാൻ സ്വയം തന്നെ കാണുന്നു. ഞാൻ ഈ ശരീരമല്ല, ആത്മാവാണ്. ഒരു ചൈതന്യ ശക്തി, പ്രകാശ സ്വരൂപം, ജ്യോതി ബിന്ദു ആത്മാവാണ്. ഞാൻ ജ്യോതി ബിന്ദുവായി എൻ്റെ ശ്രദ്ധ ആ പരമശക്തിയുടെ നേരെ തിരിക്കുന്നു. പരമാത്മാ ശിവബാബ പരം ജ്യോതി ബിന്ദുവാണ്. ഞാൻ ആത്മാവിൻ്റെ പ്രിയ പിതാവാണ്. ബാബ അങ്ങന്റെ പാരലൗകിക പിതാവാണ്. നിങ്ങൾ എനിക്ക് സത്യമായ നിസ്വാർത്ഥമായ പ്രേമം നൽകി എൻ്റെ ജന്മജന്മങ്ങളിലെ ദാഹം മാറ്റി. ബാബ അങ്ങയുടെ കൂടെ എൻ്റെ ആത്മീയ സംബന്ധമാണ്. അങ്ങന്റെ പിതാവായി ആത്മീയ പാലനയിലൂടെ എന്നെ ശക്തിശാലിയാക്കുന്നു. ജ്ഞാനസാഗര ശിവബാബ അങ്ങന്റെ ആത്മീയ ടീച്ചറാണ്. ഞാൻ അങ്ങയുടെ റോയൽ സ്റ്റുഡൻ്റ് ആണ്. ആത്മീയ ടീച്ചറായി എന്നെ കർമ്മം അകർമ്മം സുകർമ്മത്തിൻ്റെ രഹസ്യം പഠിപ്പിക്കുന്നു. ശ്രേഷ്ഠ കർമ്മം ചെയ്യാൻ പഠിപ്പിച്ചു. എനിക്ക് സൃഷ്ടി ഡ്രാമയുടെ ഗുഹ്യമായ രഹസ്യം പറഞ്ഞു തന്നു. ബാബ എൻ്റെ പരം സദ്ഗുരുവാണ്. എനിക്ക് മുക്തിധാമം, ജീവൻ മുക്തിധാമത്തിലേക്കുള്ള മാർഗം കാണിച്ചു തരുന്നു. എന്നെ വരദാനങ്ങളാൽ സമ്പന്നമാക്കുന്നു. ബാബ എൻ്റെ പഴയ കർമ്മക്കണക്കുകൾ അങ്ങയുടെ ശക്തിയിലൂടെ സമാപ്തമാകുകയാണ്. യോഗാഗ്നിയിൽ എൻ്റെ വികർമ്മങ്ങൾ വിനാശമാകുന്നു. അങ്ങയുടെ സാന്നിധ്യം തന്നെ എൻ്റെ ജീവിതത്തിലെ മഹാൻ സൗഭാഗ്യമാണ്. ശാന്തിയും ശക്തിയും എന്നിലേക്ക് പ്രവാഹിതമാകുന്നു. ഞാൻ ബാപ്പു സമാനമാകുന്നു. പരമാത്മാ ബാബ അങ്ങ് എൻ്റെ പിതാവാണ്, ടീച്ചറാണ്, സദ്ഗുരുവുമാണ്. ബാബ കുട്ടികളെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. ഇതാണ് ബാബയുടെ ഓക്യുപ്പേഷൻ. ഇത് കുട്ടികൾ മാത്രം അറിയുന്നു. ബാബ സദാ സദോ പ്രധാനമാണ്. എൻ്റെ ബുദ്ധിയിൽ ഉറപ്പാണ്. നിരാകാരനായ പരംപിത പരമാത്മാവ് ബ്രഹ്മാവിലൂടെ എന്നെ പഠിപ്പിക്കുന്നു. എന്നെ യോഗ്യതയുള്ളതാക്കി മാറ്റുന്നു. പാവന ലോകത്തിൻ്റെ അധികാരിയാക്കുന്നു. എനിക്ക് ബാബയുടെ ഗുണങ്ങളും സമ്പത്തും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ നോളജ്ഫുൾ ആണ്, ശാന്തസ്വരൂപമാണ്.
ആനന്ദസ്വരൂപമാണ്. വികാരിയായ ലോകത്തെ നിർവികാരിയാക്കി മാറ്റുന്നത് ഒരു ബാബയുടെ മാത്രം കർത്തവ്യമാണ്. ബാബ സർവശക്തിവാനാണ്, ജ്ഞാനസാഗരമാണ്, പതിത പാവനമാണ്. ഇത് അവസാന ജന്മമാണ്. പിന്നീട് ഞാൻ സ്വർഗത്തിലേക്ക് പോകണം. ആദ്യം മൂലവതനത്തിൽ പോയി പിന്നെ സ്വർഗത്തിൽ വരും. ഞാൻ ബാബയോട് പവിത്രതയുടെ പ്രതിജ്ഞ ചെയ്യുന്നു. കാമക്രോധാദിഭൂതങ്ങളുടെ മേൽ തീർച്ചയായും വിജയം പ്രാപ്തമാക്കുന്നു. നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ഓരോ കാര്യം ചെയ്യുമ്പോഴും പഠിപ്പിക്കുന്ന ബാബയെ ഓർമ്മിക്കുന്നു. ഇപ്പോൾ നാടകം പൂർത്തിയാകുന്നതിനാൽ ഈ അന്തിമ ജന്മത്തിൽ തീർച്ചയായും പവിത്രമാകണം. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. സർവ ഖജനാവുകളാലും നിറവുള്ളവരായി തങ്ങളുടെ മുഖത്തിലൂടെ സേവനം ചെയ്യുന്ന സത്യമായ സേവാധാരിയാകുന്നു. നയനങ്ങളിലൂടെയും മസ്തകത്തിലൂടെയും ഈശ്വരീയ ലഹരി കാണപ്പെടുന്നു. മുഖം ഓരോ സങ്കല്പത്തെയും ഓരോ കർമ്മത്തെയും സ്പഷ്ടമാക്കുന്നു. സത്യമായ സേവാധാരിയാകുന്നു. സമയത്തിന്റെയും സങ്കല്പത്തിന്റെയും ഖജനാവുകളെ മിച്ചം വെച്ച് സമ്പാദ്യത്തിന്റെ ശേഖരം വർദ്ധിപ്പിക്കുന്നു. ഓം ശാന്തി.